ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് അനുഭവങ്ങൾ ഉണ്ടാവുന്നത് ഒരു വലിയ പുണ്യമാണ്, ഭാഗ്യമാണ് അല്ലേ? ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഭഗവാൻ അനുഭവങ്ങൾ തരുന്നത്. എന്നെന്നും ജീവിതത്തിൽ സ്മരിക്കാനായിട്ട് ഭഗവാൻ തരുന്ന പ്രസാദമാണ് ഭഗവാന്റെ അനുഭവങ്ങൾ. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. അത് മാത്രമല്ല, വേറൊരു അനുഭവം ഉണ്ട് കേട്ടോ. ഒരാൾ പറഞ്ഞൊരു അനുഭവമാണ്, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അമ്മയ്ക്കുണ്ടായൊരു അനുഭവം എന്ന് പറയുന്നത്, അമ്മയും അച്ഛനും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയി. ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് കേട്ടോ. അമ്മയ്ക്ക് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്, ജീവനാണ് അമ്മയുടെ. കാരണം നാരായണിയെല്ലാം പഠിക്കുന്നുണ്ട് അമ്മ, ഭഗവാന്റെ അടുത്ത് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ എന്താണ്, അത്ര വലിയ ഭക്തനാണെങ്കിൽ പോലും അത്ര വലിയ ഭക്തനല്ല. അമ്മയുടെ അത്രയ്ക്ക് ഭക്തി അച്ഛനില്ല, ആ ഒരു തലത്തിലേക്ക് അച്ഛന് ഉയർന്നിട്ടില്ല. അപ്പോൾ അമ്മ ഇതുപോലെ ഭഗവാനെ തൊഴുതുകൊണ്ടേ നിന്നു നടക്ക്. അങ്ങനെ സീനിയർ സിറ്റിസൺ ക്യൂ ഉണ്ടല്ലോ. അപ്പോൾ അച്ഛനും അമ്മയും അവിടെ നിൽക്കാനുള്ളൊരു അവിടെയാണ് നിന്നത് കേട്ടോ, കയറാനായിട്ട്. അങ്ങനെ അകത്തെത്തി. അപ്പോൾ അമ്മ ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കഷ്ടപ്പെട്ട് അകത്ത് കയറി തൊഴുതിട്ട് അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഒന്ന് പുറത്തോട്ട് നിൽക്കാം, ഭയങ്കര തിരക്കാണ്, അച്ഛൻ പുറത്തോട്ട് നിൽക്കാന്ന് എന്തോ പറഞ്ഞിട്ട് പുറത്തോട്ട് പോയി. അമ്മ പറഞ്ഞു, ഞാൻ ഇച്ചിരി കൂടെ നിന്ന് ഭഗവാനെ തൊഴുതിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, ശരി, നീ ഒരു കാര്യം ചെയ്യ്, ഒരു സ്ഥലം പറഞ്ഞിട്ട് അവിടെ നിൽക്കൂ, ഞാൻ പുറത്തു പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയി. വെള്ളം എന്തോ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയിട്ടോ. അങ്ങനെ അമ്മ അവിടെ തന്നെ നിൽക്കായിരുന്നു. അവിടെ ഇങ്ങനെ നിന്ന് ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ജപിച്ചിരുന്ന അമ്മയ്ക്ക് മനസ്സിൽ ഒരു ഒരു ഫീലിംഗ്, അവിടെ നിന്ന് മാറണം, അവിടെ നിന്ന് മാറി നിൽക്കണം എന്നൊരു തോന്നൽ അമ്മയ്ക്കുണ്ടായി. അമ്മ അത് കാര്യമാക്കില്ല, വീണ്ടും നാമം ചോദിച്ചു. വീണ്ടും ആരോ ഇങ്ങനെ മനസ്സിൽ മന്ത്രിക്കുന്ന പോലെ അവിടെ നിന്ന് മാറൂ. അങ്ങനെ അമ്മ എന്ത് ചെയ്തു, അവിടെ നിന്ന് മാറി തോന്നിയൊരു സ്ഥലം, അതായത് അപ്പോഴും തോന്നിയൊരു സ്ഥലത്ത് പോയി നിന്നപ്പോ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു പെൺകുട്ടി, കൊച്ചു പെൺകുട്ടി, അവളിങ്ങനെ ഓടി വരികയാണ്. വന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരാളമായിട്ട് കണ്ണീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അമ്മ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ആ കുട്ടി, അമ്മ എന്ത് ചെയ്തു, അമ്മയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അമ്മ എന്ത് ചെയ്തു, ആ കുട്ടിയെ പിടിച്ചു നിർത്തി. ചോദിച്ചു, എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ചു. കുഞ്ഞു കുട്ടിയാണ്, അവൾക്ക് ഒന്നും പറയാൻ കഴിയണില്ല കേട്ടോ. അവളിങ്ങനെ കരയാണ്. അമ്മ ഇങ്ങനെ അവളെ കൈ തന്നെ പിടിച്ച് അവളിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ അതേ രീതിയിലുള്ള വസ്ത്രധാരണം ധരിച്ച ഒരു കുഞ്ഞു വാവയുമായിട്ട് ഒരു അമ്മ ഓടി വരികയാണ്. അമ്മയും കരയുന്നുണ്ട്. കുട്ടിയുടെ പേരിങ്ങനെ വിളിച്ചുകൊണ്ട് അമ്മ വരികയാണ് അടുത്തോട്ട്. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇത് ഈ സ്ത്രീയുടെ മകളാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. തിരക്കിപ്പെട്ട് കുട്ടിയുടെ കൈവിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ അമ്മ എന്ത് ചെയ്തു, ആ സ്ത്രീയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, കുട്ടിയെ കണ്ടതും ആ സ്ത്രീക്ക് ഒരുപാട് സന്തോഷമായി. തമിഴോ തെലുങ്കോ കേട്ടോ ഭാഷ, അതുകൊണ്ട് അമ്മയായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെ അമ്മയെ തൊഴുത് ഒരുപാട് നന്ദി പറഞ്ഞ് ഒരുപാട് സ്നേഹത്തോടെ ആ സ്ത്രീ എന്ത് ചെയ്തു, തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് തോളിൽ കിടത്തിപ്പോയി. അപ്പോൾ ആ കുട്ടി അമ്മയെ നോക്കി ചിരിച്ചു. ആ ചിരിയില് അമ്മ ഉണ്ണിക്കണ്ണനെ കണ്ടു എന്നാണ് പറയുന്നത്. കാരണം ആ കുട്ടിയെ ആ സമയത്ത് പിടിച്ചു വയ്ക്കാനായിട്ട്, അതായത് ആ കുട്ടിയുടെ അമ്മയെ ഏൽപ്പിക്കാനായിട്ടാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ എൻ്റെ അമ്മയെ എന്ത് ചെയ്തത്, അവിടുന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയത് അല്ലേ. ഇത് കേൾക്കുമ്പോൾ ചിലവർക്ക് തോന്നാം ഇതാണോ വലിയ അനുഭവം എന്ന്. പക്ഷെ അതല്ല കേട്ടോ, അതൊക്കെ ഒരു അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത് തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ആ കുട്ടിയുടെ അമ്മ എന്നും എന്ത് ചെയ്യും, എൻ്റെ അമ്മയെ സ്മരിക്കുമല്ലേ. എന്തിനാണ്, ആ ഭഗവാനെ ഓർക്കുമ്പോൾ അത്ര എൻ്റെ അമ്മയെ അവർ ഓർക്കും. തൻ്റെ കുഞ്ഞിനെ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു സ്ത്രീ എന്ന രീതിയിൽ അല്ലേ. അത് ഭഗവാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത ഒരു ഭാഗ്യമാണ്. ഗുരുവായൂർ പോയിട്ട് അമ്മയ്ക്ക് ഒരുപാട് ഇതുപോലത്തെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഒരു വലിയ അതിശയാണ് കേട്ടോ. നമ്മളെന്ന് ചിന്തിക്കുന്നതിന് അപ്പുറമാണ് ഭഗവാന്റെ അതിശയം എന്ന് പറയുന്നത്. വേറൊരു അനുഭവ കഥയെന്ന് പറയുന്നത്, ഒരു കുട്ടി, നല്ല ചിത്രകാരിയാണ് ആ കുട്ടി എന്ത് ചെയ്തു, പടം ഇങ്ങനെ വരച്ചിട്ട് ഭഗവാന് സമർപ്പിക്കാനായിട്ട് ഗുരുവായൂർ പോയി. അച്ഛനും അമ്മയ്ക്കും ഒറ്റൊരു മകളാണ് ആ കുട്ടി. നന്നായിട്ട് പടം വരയ്ക്കുന്ന കുട്ടിയാണ്.
അങ്ങനെ അവരെന്ത് ചെയ്തു? ഭഗവാന്റെ ഒരു ചിത്രം ആ കുട്ടി വരച്ചു. അത് സമർപ്പിക്കാനായിട്ട് ഗുരുവായൂർ പോയി. ഗുരുവായൂർ പോയപ്പോ ഗുരുവായൂർ തിരക്കില്ലാത്ത സമയം ഏതാണ്? എല്ലാ സമയവും തിരക്കാണല്ലോ ഗുരുവായൂർ. അങ്ങനെ ആ കുട്ടി അച്ഛനും അമ്മയും കൂടെ എന്ത് ചെയ്തു? ക്യൂ നിന്ന് കയറാൻ പറ്റില്ല, അത്ര തിരക്കാണ്. കൊടിമരത്തിന്റെ അവിടെ നിന്ന് ഭഗവാനെ തൊഴാലോ. അങ്ങനെ ഒരു വട്ടം എന്തോ കയറി തൊഴുതു കേട്ടോ. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു? ആ കൊടിമരത്തിന്റെ അവിടെ വന്ന് ഇങ്ങനെ നിന്ന് തൊഴുവാണ്. അവിടെ നിന്ന് എല്ലാരും എന്താ ഈ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഇങ്ങനെ ജപിക്കുമല്ലോ, അത് അവര് കൂടി ജപിച്ച് ഇങ്ങനെ നിന്നു. അങ്ങനെ ദീപാരാധന സമയമായി. തിരക്ക്, നല്ല തിരക്ക്. അപ്പോഴെന്ത് ചെയ്തു? ആ കുട്ടി ഇങ്ങനെ ഭഗവാനെ കാണാനായിട്ട് വെമ്പല് കൊള്ളുകയാണ്. അത്ര ഭക്തയാണ് ആ കുട്ടി. കുഞ്ഞു പ്രായമാണെങ്കിലും ഭക്തി ജനിക്കുക എന്നുള്ളത് മുൻജന്മ സുഹൃതാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭക്തി ജനിക്കൂ. അതൊരു ഭാഗ്യവും കൂടിയാണ് ഭക്തി ഉണ്ടാകുക എന്നുള്ളത്. അങ്ങനെ കുട്ടി നല്ല ഭക്തിയായിരുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ ഭഗവാന്റെ ചിത്രം പകർത്താൻ കഴിയില്ലല്ലോ, അല്ലേ? അതൊരു വലിയ ഭാഗ്യമാണ് ആ ചിത്രം കയ്യിലൂടെ ഇങ്ങനെ വരയ്ക്കാൻ കഴിയണത്. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്തു? ഭഗവാനെ കാണാൻ ഇങ്ങനെ കൊതിച്ച് നിൽക്കാണ്. കുട്ടിയുടെ അച്ഛനമ്മയും ഒരുവിധം തൊഴുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് എന്ത് ചെയ്തില്ല? തൊഴാൻ കഴിഞ്ഞില്ല. അവൾ എങ്ങനെ വിഷമിച്ച് നിൽക്കായിരുന്നു. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ, അതിസുന്ദരൻ, നേരിയത് തോളിലിട്ട് പൂണൂല് ധരിച്ച് രുദ്രാക്ഷ മാലയെല്ലാം ഇട്ട് എന്ത് ചെയ്യുന്നു? വന്ന് ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. ആ കുട്ടിയോട് ചോദിച്ചു, ഗുരുവായൂരപ്പനെ തൊഴണോന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു, എനിക്ക് തൊഴണോന്ന് പറഞ്ഞു. അദ്ദേഹം ആ കുട്ടിയെ എടുത്തുയർത്തി ഇരുത്തിയിട്ട് തൊഴിയിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ കണ്ണിറച്ച് തൊഴുതോളൂ കുട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ആ കുട്ടി ഭഗവാനെ കണ്ണ് നിറച്ച് കണ്ട് തൊഴുതു. സ്വന്തം അച്ഛനും അമ്മയും പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഒരാള് ചെയ്തതല്ലേ? അപ്പോൾ ആ കുട്ടിക്ക് വളരെ അത്ഭുതമായി. നന്നായിട്ട് കണ്ണനെ തൊഴുത് ആ കുട്ടി നിലത്താക്കി. നന്നായി വരട്ടെ എന്ന് അനുഗ്രഹിച്ച അദ്ദേഹം എവിടെയോ മറഞ്ഞു. കുട്ടി തൊഴുത് തിരിഞ്ഞു നോക്കി അച്ഛനും അമ്മയും കുട്ടിയോട് ചോദിച്ചു, തൊഴുതോന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു, എന്നെ ഇതുപോലെ ഒരു ആള് വന്ന് ഇതുപോലെ എടുത്ത് തൊഴിയിപ്പിച്ചു എന്ന് പറഞ്ഞു. അച്ഛനമ്മയ്ക്ക് അത്ഭുതമായി, ഏതാള് എന്താണെന്ന്. അപ്പോഴാണ് അവര് ചിന്തിച്ചത്, ഇതിന്റെ ഇടയിൽ ആരാണ് എന്റെ കുട്ടിയെ തൊഴിയിക്കാൻ വരുന്നത്? കണ്ണനല്ലാതെ ആരായിരിക്കും, അല്ലേ? അത് കണ്ണൻ തന്നെയായിരുന്നു, ഒരു സംശയമില്ല. അവിടെ എല്ലാം എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ നോക്കി. പക്ഷേ അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞില്ല. ഇത്രയും ആളിന്റെ ഇടയിലും ആ കുട്ടി മാത്രമാണ് അദ്ദേഹത്തെ കണ്ടത്. കണ്ണനും കൂടെ വിചാരിക്കണമല്ലേ കണ്ണന്റെ ദർശനം കിട്ടണമെങ്കില്. അങ്ങനെ കോടാനുകോടി ജന്മം ആ കുട്ടി ചെയ്ത പുണ്യം കുട്ടിയെ തേടി ഗുരുവായൂരപ്പനന്റെ രൂപത്തിൽ തന്നെ എന്ത് ചെയ്തു? വന്നു. ഭഗവാനെ മനസ്സറിഞ്ഞ് സ്മരിച്ചാല്, ഭഗവാനെ മുറുകെ പിടിച്ചാല് ജീവിതത്തിൽ ലഭിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല, അല്ലേ? സത്യമായിട്ടുള്ള കാര്യമാണത്. പിന്നെ ഞാൻ പോയപ്പോ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറഞ്ഞോട്ടെ. എപ്പോഴും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭഗവാന്റെ പ്രസാദത്തിന് കൂടെ കിട്ടുന്ന പൂക്കളുണ്ടല്ലോ, അത് ഒരുപാട് പേര് അലക്ഷ്യമായിട്ട് നടവഴിയില് എറിഞ്ഞേക്കും. അതായത് നമ്മൾ പ്രസാദം മേടിച്ചു പോകുമ്പോൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും? അത് നമ്മുടെ കയ്യിൽ നിന്ന് ഊർന്ന് താഴെ വീഴും. അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ചവിട്ടാൻ പാടില്ല. നമ്മുടെ കണ്ണിൽ അത് പെടുകയാണെങ്കിൽ അത് എടുത്ത് വാലും ചവിട്ടാത്ത ഒരിടത്ത് വയ്ക്കാനുള്ള ഒരു മനസ്സ് എന്ത് ചെയ്യണം? നമ്മളെല്ലാരും കാണിക്കണം കേട്ടോ. ഒരാൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേരത് ചെയ്യും. അതെന്റെ ഒരു അനുഭവമാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്ന കണ്ട് ഒരുപാട് പേര് കൂടെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഭഗവാന്റെ പ്രസാദം, അതായത് ഭഗവാന് നേദിച്ച പ്രസാദം അമ്പലത്തിൽ പോകുമ്പോൾ കൊണ്ടുവയ്ക്കുമല്ലോ പുറകെ, ഭക്തർക്കത് എടുക്കാം. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കാം, നമ്മളത് കൈ നിറച്ചിങ്ങനെ കോരി, ഉണ്ണിയപ്പാണേലും പഴമാണെങ്കിലും എന്താണേലും കൈ നിറച്ചിങ്ങനെ എടുക്കുമ്പോൾ അത് കിട്ടാ നമ്മൾ ഒന്നോ രണ്ടോ എടുത്തു കഴിഞ്ഞാല് അത് പ്രശ്നമല്ല. ഭഗവാന്റെ പ്രസാദമല്ലേ, ഒരു ശകലം മതിയല്ലോ, അല്ലേ? പക്ഷെ അങ്ങനെയല്ല ചിലവർ ചെയ്യുന്നത്. ഒരു കയ്യിൽ നിറച്ച് എന്ത് ചെയ്യും? കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ എത്രയോ ഭക്തർക്ക് ഭഗവാന്റെ പ്രസാദം ലഭിക്കാനുള്ള ഭാഗ്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെടുത്തുന്നത്, അല്ലേ? ഞാനും പോയപ്പോ എനിക്കും തോന്നിയിട്ടുണ്ട്, ഒരുപാട് പേര് കൈ നിറച്ച് എന്ത് ചെയ്യും? ഉണ്ണിയപ്പം വാരി എടുത്ത് പോകുന്ന കാണാം.
ഒരുപാട് കുഞ്ഞു കുട്ടികൾ അത് കിട്ടാതെ വിഷമിച്ച് നോക്കി നിൽക്കുന്നതും കാണാം. ആ കുട്ടിക്ക് ഒന്ന് കൊടുക്കാനുള്ള മനസ്സ് പോലും മുതിർന്നവർ എന്ത് ചെയ്യില്ല, കാണിക്കുന്നില്ല. ഇതെല്ലാം ഭഗവാൻ എന്തോ വേദന ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ പ്രസാദം എടുക്കുമ്പോൾ അത് ഒന്നോ രണ്ടോ എടുത്ത് ഹരേ കൃഷ്ണ പറഞ്ഞ് ഒന്നോ രണ്ടോ എടുക്കുക. സന്തോഷത്തോടെ എന്ത് ചെയ്യുക, ബന്ധുക്കൾക്ക് വീതിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളും കഴിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രസാദം ചന്ദനമൊക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, ഒരിക്കലും അവിടുത്തെ അമ്പലത്തിലെ ചുമരുകളിൽ തേച്ച് പിടിപ്പിക്കാൻ പാടില്ല. അത് കയ്യിൽ കൊണ്ടുവരിക, ഒരു ഇലയിലോ ഒരു പേപ്പറിലോ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവരിക കേട്ടോ. ഒരിക്കലും ചുമരിൽ എന്ത് ചെയ്യല്, തേച്ച് പിടിപ്പിക്കരുത്. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.